ഇപ്പോൾ റിലീസുകളുടെ കാലമാണ്. ഏകദേശം 23-24 വർഷങ്ങൾക്ക് ശേഷം ബോളിവുഡിൽ ഹിറ്റായ ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്ത് അത് വീണ്ടും ഹിറ്റായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിനിമ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് കൂടെ ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇപ്പോൾ റിലീസുകളുടെ കാലമാണ്. അപ്പോൾ ഏതിൽ ആഷിഖാന എന്ന് പറയുന്ന സിനിമ 2002 അന്ന് ഇറങ്ങി അന്ന് ഭയങ്കര ഹിറ്റായ ഒരു സിനിമയാണ്. അതിപ്പോൾ എനിക്കൊണ്ട് ഇവിടെ ഹിന്ദിയിൽ റിലീസ് ചെയ്തു അല്ലേ? റിലീസ് ചെയ്തു 13 ഫെബ്രുവരി 13 റിലീസ് ചെയ്തു. റെസ്പോൺസ്. അപ്പോൾ അത് ഇപ്പോൾ കേരളത്തിൽ കൊണ്ടും റിലീസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ റിലീസ് ചെയ്യുന്നത് ചില സർപ്രൈസ് ഹിറ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താണ് ചേട്ടാ ഈ ഒരു സിനിമ? അല്ല, ഈ ഒരു സിനിമയുടെ പ്രത്യേകത വെച്ചാൽ ഇത് 2002 ഇറങ്ങിയ സിനിമയാണെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇന്നത്തെ പ്രസൻറ്റേജ് കാലഘട്ടങ്ങളിലുള്ള കോസ്റ്റ്യൂംസ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു ലവ് സ്റ്റോറി മെത്തേഡിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു സിനിമ എന്ന് പറയുന്നത്. പിന്നെ അന്ന് ഈ സിനിമ 2.25 മണിക്കൂറുണ്ടായിരുന്നു. ഇന്ന് ഈ സിനിമ ഇതിലുള്ള ചില പോർഷൻസ് ഒക്കെ റിമൂവ് ചെയ്ത് ചില പോർഷൻസ് ആഡ് ഓൺ ചെയ്ത് കറക്റ്റ് 1 മണിക്കൂറും 50 മിനിറ്റുമാണ് ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു സിനിമയുടെ മാത്രം ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൽ 6 സോങ് ഉണ്ട്. ഈ 6 സോങ്ങും എല്ലാ മലയാളികൾക്കും സുപരിചിതമായ സോങ്സാണ്. ഇതിൽ ആഷിഖാന എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിൽ സോങ്. പിന്നെ ഇതിൽ ഹീറോ രണ്ടാളും അന്ന് പുതിയതായിരുന്നു, ജീവിത കരനാഥ്. പിന്നെ നമുക്കറിയാം അജയ് ദേവഗനെയൊക്കെ സിനിമയിൽ കൊണ്ടുവന്ന നമ്മുടെ കുക്കു കോളി ഡയറക്ഷൻ, അതുപോലെ സമീർ സാറിൻ്റെ വരികൾ, ബാബാസ്മിയുടെ എഡിറ്റിംഗ്, അങ്ങനെ ഒരു സംഭവമാണ്. അങ്ങനെ ഇത് ബോംബെയിൽ റിലീസ് ചെയ്തു. ഞാനിതിൻ്റെ റെസ്പോൺസ് കണ്ടപ്പോൾ ആക്ച്വലി ഇത് ഞാനല്ല അവിടെ ചെയ്തത്, ട്രൂസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ശൈലേന്ദ്ര സാറാണ് ചെയ്തത്. അപ്പോൾ സാറിനെ ഞാൻ അപ്രോച്ച് ചെയ്തു, സാറ് ഞാനത് കേരളത്തിലേക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷാനു ധൈര്യമായിട്ട് പടം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മാർച്ച് 6-ാം തീയതി, അതായത് നാളെ നമ്മളൊരു 10-20 സ്റ്റേഷനിൽ കേരളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. നല്ല സെറ്റ് റെസ്പോൺസാണ് എല്ലായിടത്തും ഉള്ളത്. നല്ല ഒരു തീമാണ് സിനിമ. അപ്പോൾ ഞാൻ 2ാമത് സിനിമ കണ്ടു, ഗംഭീരമായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് 2ാമത് റിലീസ് ചെയ്യാൻ വേണ്ടി അവരതിൽ വേറെ കുറച്ച് ഈ പറഞ്ഞ നമ്മളിപ്പോൾ റീമാസ്റ്റർ ചെയ്ത് ഇറക്കുന്നു, ഒരുപാട് ടെക്നിക്കലി ഇന്നത്തെ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഡിലേറ്റഡ് ആയിട്ടുള്ള ചില പോർഷൻസിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, ചില പോർഷൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ വേർഷനാണ്. എനിക്കൊന്ന് ഇത് മറ്റേ കാണ്ഡഹാർ ഹൈജാക്ക് അതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഇത് കാണ്ഡഹാർ, അതായത് ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഇത് കഥയൊന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ലവ് സ്റ്റോറിയിലൂടെ പടം മൂവ് ആവുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ഒരു ഫ്ലൈറ്റിൻ്റെ ഹൈജാക്കിംഗ് ആണ്. അത് പിന്നെ ഒരു കാണ്ഡഹാർ യുദ്ധ പശ്ചാത്തലത്തിലേക്ക് സിനിമ മാറുന്നതാണ്. ക്ലൈമാക്സ് അങ്ങനെ മാറിപ്പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതായത് ഞാൻ എൻ്റെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഈ സിനിമയുടെ സോങ്സാണ് കേൾക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്സ്. എനിക്കെന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഏതിൽ ആഷിഖാന എന്ന് പറഞ്ഞ സിനിമയുടെ സോങ്സ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്സാണ്. എൻ്റെ മ്യൂസിക് ആയാലും ശരി, അതിൻ്റെ പിക്ചറൈസേഷൻ ആയാലും. അപ്പം നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് ആ സിനിമ എന്ന് പറയുന്നത്. അതിനെക്കൊണ്ടാണ് നമ്മൾ ആ സിനിമ വീണ്ടും പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചേട്ടൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ പേര്, എൻ്റെ കമ്പനിയുടെ പേര് സന സ്റ്റുഡിയോ. ഇത് ബോംബെയിൽ ചെയ്തിരിക്കുന്നത് ട്രൂസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ശൈലേന്ദ്ര സാറ് അദ്ദേഹം നമ്മുടെ നിറം സിനിമയില്ലേ, നിറം സിനിമ ഹിന്ദിയിലേക്ക്, അതായത് നമ്മളെ ജനീലിയ, അതുപോലെ തന്നെ അജയ് ദേവഗനൊക്കെ അഭിനയിച്ചതാണ്. നിറം അജയ് ദേവഗൻ അഭിനയിച്ചില്ല. നിറത്തിൽ ഉള്ളത് നമ്മുടെ ജനീലിയ ഡിസൂസയും അവരുടെ തന്നെ പിന്നീട് ഹസ്ബൻഡ് അവർ അഭിനയിച്ച ആ സിനിമ പുള്ളിയാണ് ഹിന്ദിക്ക് റീമേക്ക് വന്നത്. അത് വീണ്ടും റിലീസ് പുള്ളി ചെയ്തിട്ടുണ്ട്. അവിടെ വീണ്ടും ഹിറ്റാണ്. അത് ഇടയ്ക്കിടയ്ക്ക് തുജെ മേരി കസം എന്ന് പറഞ്ഞ ഒരു സിനിമ, അത് പുള്ളിയാണ് ചെയ്യുന്നത്. അതും നമ്മളിപ്പോൾ കേരളത്തിൽ വീണ്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ച് നമ്മളെന്താ പറയുക, കുറച്ച് മിലിറ്ററി ക്യാമ്പുണ്ട്, കുറച്ച് സെലക്റ്റഡ് സെൻറ്റേഴ്സ് ഉണ്ട്. ആ സെൻറ്റേഴ്സിൽ ഫസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമ്മൾ ചെയ്യാനുള്ളൊരു മൈൻഡാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നു ഈ ടിക്കറ്റ് ചാർജുകൾ കുറയ്ക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് കുറേ കമൻറ്റുകൾ പോസിറ്റീവായിട്ടൊക്കെ വന്നിരുന്നു. ഞാൻ ചോദിച്ചാൽ അതിനെന്തെങ്കിലും ഒരു തീരുമാനമാവുന്നുണ്ടോ? കാരണം ഇപ്പോൾ സിനിമകൾ ഒരുപാട് 8-10 സിനിമകൾ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഇറങ്ങുന്നുണ്ട്. വലിയ സിനിമകളുണ്ട്, ചെറിയ സിനിമകളുണ്ട്. ടിക്കറ്റ് ചാർജ് ഇപ്പോഴും കൂടാൻ പോകാമെന്ന് പറയുന്നു. അപ്പോൾ ടിക്കറ്റ് ചാർജ് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും പ്രേക്ഷകർ അകലേ ഉള്ളൂ. അപ്പോൾ അതിനെന്തെങ്കിലും ചർച്ച, എന്തെങ്കിലും മീറ്റിംഗിൽ സംസാരം? 1-2 കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. കുറച്ച് ടാക്സ് ഒക്കെ കുറച്ചിട്ടുള്ള പരിപാടി ഇടയ്ക്ക് ഇങ്ങനെ ചില തിയേറ്ററിൽ 100 രൂപ ചോടെയുള്ള തിയേറ്ററിൽ ഒരു 5 രൂപ 10 രൂപ കുറച്ചിട്ടുണ്ടായിരുന്നു. നമ്മളന്ന് പറഞ്ഞു ഗംഗാ തിയേറ്റർ കോഴിക്കോട് 50 രൂപയ്ക്ക്. തമിഴ്നാട്ടിൽ ഇപ്പോഴും പൈസ കുറച്ചിട്ട് പല തിയേറ്റേഴ്സിൽ കിട്ടുന്നുണ്ട്. ഇവിടെ മാത്രമാണ് അതില്ല. അവിടെ നമുക്കിപ്പം
₹80 ഉള്ളത് ₹75 ആക്കിയിട്ടുണ്ട്, 5 രൂപ കുറച്ചിട്ടുണ്ട്, GST കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. ഇതിന് പക്ഷേ ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഒന്ന് ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ₹10 5 രൂപ കുറയും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ചേട്ടൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിനിമ, അതിൻ്റെ ഒരു ടിക്കറ്റ് ചാർജിൽ എന്തെങ്കിലും ചെയ്യാൻ ചേട്ടന് സാധിക്കില്ല? ഒരു ഡിസ്ട്രിബ്യൂട്ടർ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഫിക്സഡ് ആണ്, ഗവൺമെൻറ് ഫിക്സഡ് ആണ്, എക്സിബിറ്റർ ഫിക്സഡ് അല്ല. നിങ്ങൾക്കും ഡിസ്ട്രിബ്യൂട്ടറും തിയേറ്ററുകാരുമായിട്ട് സംസാരിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 150 രൂപ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ഷോർട്ടേജ് കാണിച്ചാൽ ആ എമൗണ്ട് ഞാൻ അടയ്ക്കേണ്ടി വരും. ആദ്യം ഇവരായിട്ട് തീരുമാനം നടക്കണം, ആദ്യം സർക്കാരിനായിട്ട് സംസാരിച്ചാൽ മാത്രം, ഇല്ലെങ്കിൽ ഷോർട്ടേജ് ഒന്നും നിങ്ങൾ അടയ്ക്കേണ്ടി ഒന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ഓപ്ഷൻ. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും ഒറ്റ സീറ്റാണ്, സിംഗിൾ സീറ്റാണ്. അതിൽ ഫ്രണ്ട് ലൈൻ, ഇപ്പം ഏറ്റവും ഇവിടുന്ന് അങ്ങ് വരെ ഫ്രണ്ട് ലൈനിൽ ഒരു 2 ലൈൻസ് ഒരു ₹80 ടിക്കറ്റ്സ് കൊടുക്കുക. അതായത് എക്കണോമിക് ക്ലാസ് തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ എല്ലായിടത്തും മൾട്ടിപ്ലസ് വരെ ഉണ്ട്. ഒരു എക്കണോമിക് ക്ലാസ് ₹80 ഒരു 50 സീറ്റ് കൊടുക്കാം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഏത് സിനിമ വന്നാലും ആ ക്ലാസ് പെട്ടെന്ന് ഫില്ലായി കുറച്ച് ഒപ്പീനിയൻസ് വരും, പിന്നീട് ബാക്കിലേക്ക് ആളുകൾസ് വരും. അങ്ങനെയാണ് ഫ്രണ്ട് ലൈൻ ഫുൾ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പുതിയ ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് ഞാൻ കാണുന്നത്. കാരണം മൾട്ടിപ്ലക്സിൽ ഇപ്പോൾ PVR കഴിഞ്ഞ മാസം ഞാൻ പോയ സമയത്ത് ₹60 ചില ദിവസങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ചില ദിവസം സംഭവം അല്ല. ഇപ്പോൾ പ്രസന്റ്ലി നിങ്ങൾ PVR വടപള്ളിയിലുള്ള സ്ക്രീനിൽ 8 സ്ക്രീൻ ഉണ്ട്. അവിടെ 8 സ്ക്രീനിലും എക്കണോമിക് ക്ലാസ് ഉണ്ട്, ₹60 ആണ്. അത് എല്ലാ ദിവസവും എല്ലാ ഷോയ്ക്കും ഉണ്ട്. അതിന്റെ സീറ്റിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, വളരെ വലിയ വ്യത്യാസമല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഒരു എല്ലാ തിയേറ്റർ പാർട്ടിയും ഒരു 40 സീറ്റെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 30 സീറ്റെങ്കിലും എക്കണോമിക് ക്ലാസ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവരും. നമ്മൾ മാറണം. അതൊന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഏത് സിനിമ വന്നാലും ഒരു ₹80 കൊടുത്തോ അല്ലെങ്കിൽ ₹100 കൊടുത്തോ ഒരു സിനിമ കാണാൻ ആൾക്കാർ തയ്യാറാവും. 150, 190 എന്ന് പറയുമ്പോഴാണ് 200, 300. പിന്നെ അത് മാത്രം ഇത് വളരെ ഗുണകരമാണ്. കാരണം ഫ്രണ്ട് ലൈൻ ഫുൾ ആയി സാർ എന്ന് പറയുമ്പോൾ അപ്പോൾ കുറച്ച് ആൾക്കാർ കാണാനുണ്ടല്ലോ. ഇത് അതായത് ആളില്ലാതെ ഷോ ക്യാൻസൽ കാരണം എങ്ങനെ പോയാലും ആ ഷോ നടക്കും. ഇത് ഒരു സിനിമ വരുമ്പം ഷോ നടക്കാതെ സ്ക്രീൻ അടച്ചിരുന്നതിലും നല്ലത് ഒരു 40 ആൾ 50 ആൾ വെച്ച് നമ്മൾ തിയേറ്റർ പാർട്ടിയും കുറച്ച് മൂവ്മെന്റ്സ് ചെയ്യാൻ നോക്കണം. ഇപ്പോൾ കേരളത്തിൽ ചില തിയേറ്റർ പാർട്ടീസ് ഉണ്ട്, പെരിന്തൽമണ്ണ, വിസ്മയ, മുക്കം, അങ്ങനെ കുറച്ച് മുക്കം PC-യിലൊക്കെ ഒരാളുണ്ടെങ്കിലും ടിക്കറ്റ് കൊടുക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ചില തിയേറ്റർ പാർട്ടി മിനിമം ഇവർക്കൊരു നയം വന്നിട്ടുണ്ട്, മിനിമം ഒരു 15 ആളില്ലാതെ നമുക്ക് സിനിമ തുടങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ ആദ്യം ഒരു 5 ആൾ വരും, അവരവിടെ നിൽക്കുമ്പോഴത്തേക്ക് മറ്റേ ആൾ പോകും. അങ്ങനെ നമ്മൾ വന്നോണ്ട് ടിക്കറ്റ് കൊടുക്കുക. നഷ്ടവും ലാഭമൊക്കെ എപ്പോഴും നമുക്ക് തന്നെ വരും. ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ വലിയ സിനിമകൾ, വലിയ ഹിറ്റ് പടങ്ങൾ വരുമ്പോഴത്തേക്ക് 50 ലക്ഷം 60 ലക്ഷം ഷെയർ വാങ്ങിയ ആൾക്കാർ നമ്മൾ തന്നെയാണ്. അപ്പോൾ ചെറിയ സിനിമകൾ വരുമ്പോഴും ഇങ്ങനെയുള്ള ഇത് കാണിക്കാൻ പാടില്ല. പിന്നെ ചില തിയേറ്റർ അങ്ങ് അടച്ചിടുക ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കും, നമുക്ക് കിളികളുണ്ട്. ആ കിളിക്ക് ചില സമയത്ത് ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ അതിന് ഭക്ഷണം കൊടുക്കാതിരിക്കത്തില്ലല്ലോ. സെയിം നമ്മുടെ സ്ഥാപനം മാക്സിമം റൺ ചെയ്യാൻ നോക്കുക. എന്തായാലും ഈ പറഞ്ഞ ചർച്ചകൾ നടക്കട്ടെ. അപ്പൊ എന്തായാലും ഇപ്പൊ എന്താ പറയുക, ഏതിലാശിക്കാൻ എന്തായാലും വീണ്ടും വരുമ്പോൾ ഇന്നത്തെ ഓഡിയൻസ് ഒന്ന് കാണില്ല, ഇന്നത്തെ ജനറേഷൻ ഒന്ന് കാണട്ടെ. എന്തായാലും നമുക്ക് നോക്കാം അല്ലെ. എന്തായാലും ലിമിറ്റഡ് സ്ക്രീൻസിലാണ്, പക്ഷെ നമുക്കത് മതി. ഇപ്പൊ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.